അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കാം നാളെ അവന്റെ മുമ്പിലുള്ളത്. പക്ഷെ അതറിയാതെ ചിരിച്ച് സമയം കളയുന്ന എത്രയെത്ര ആളുകളാണ്. മങ്കാന, ഏതൊരുത്തനാണ് ലം യൂത്ത ഇൽമൻ, അവന് നൽകപ്പെട്ടിട്ടില്ല, വിവരം നൽകപ്പെട്ടിട്ടില്ല, ഫീ ബഖായി ഗദി, നാളെ ജീവിക്കുമോ ഇല്ലേ എന്ന വിവരം അവന് നൽകപ്പെട്ടിട്ടില്ല. മാദാ തുഫക്കിർഹു ഫീ റിസ്ഖി ബഅദ ഗദി, നാളെ ഞാൻ ഉണ്ടോ ഇല്ലേ എന്ന വിവരം തന്നെ നൽകപ്പെടാത്ത ആളുകൾ അടുത്ത കൊല്ലത്തിനുള്ള ഭക്ഷണവും സാധനങ്ങളും കാര്യങ്ങളും വീടും കുടിയും ഉദ്യോഗവും സ്ഥാനവും മാനവും അവന്റെ ഭൗതിക വരുമാനങ്ങളൊക്കെ ചിന്തിച്ച് അതിലുള്ള അന്താളിപ്പിലും വേവലാതിയിലും ബേജാറിലും ശ്രമത്തിലുമാണ്. അതിന് നാളെ തന്നെ അവൻ ജീവിക്കുമെന്നുള്ള അവന് വിവരം കിട്ടിയില്ലല്ലോ എന്ന് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പറയാം. അതുകൊണ്ട് ഇദാ ഹബ്ബത്ത് റിയാഹുക, നിന്റെ കാലമാകുന്ന കാറ്റ് അടിച്ചു വീശുമ്പോൾ, ഫഖ്തനിംഹാ, കാറ്റ് നിന്നെ കാത്തിരിക്കയില്ല, കാലം നിന്നെ കാത്തിരിക്കയില്ല. നീ ഉറങ്ങിയാലും ഉണർന്നാലും ചിരിച്ചാലും കുരച്ചാലും തിന്നാലും കുടിച്ചാലും ഭുജിച്ചാലും ഭോഗിച്ചാലും കാലം അതിന്റെ കറക്കം നടത്തിക്കൊണ്ടേയിരിക്കും. നിന്നെ കാലം വെയിറ്റ് ചെയ്യുകയില്ല. ആ സമയത്ത് അതിൽ നേടിയെടുക്കേണ്ടതൊക്കെ നീ നേടിയെടുത്തോ. എല്ലാ പെടക്കലിനും ഒരു ഒടുക്കമുണ്ട്. ഫലാ തഗ്ഫൽ, അതുകൊണ്ട് നീ അശ്രദ്ധവാനാവണ്ട. അനിൽ ഇഹ്സാനി ഫീഹാ, കാലമാകുന്ന കാറ്റടിച്ച് വീശുമ്പോൾ അതിൽ നന്മ ചെയ്യുന്നതിനെ തൊട്ട് ഇനി അശ്രദ്ധവാനാവണ്ട. ഫലാത്തതിരി, കാരണം നിനക്കറിയില്ല. അസുക്കൂനു, അടക്കം, മത്ത, എപ്പോഴാണ് യക്കൂനു ഉണ്ടാവുക എന്ന്. എപ്പോഴാണ് നിന്റെ ഈ ചലനം നിശ്ചലമാവുക, എപ്പോഴാണ് ചാട്ടം നിൽക്കുക, എപ്പോഴാണ് ഓട്ടം നിൽക്കുക, എപ്പോഴാണ് പെടക്കൽ ഒടുങ്ങുക എന്ന് നിനക്കറിയില്ല. അത് എപ്പോഴും ആവാം. അതുകൊണ്ട് കാലമാകുന്ന ചക്രം തിരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, കാലമാകുന്ന കാറ്റടിച്ചു വീശിക്കൊണ്ടിരിക്കുമ്പോൾ, അതിനിടയിൽ നിന്റെ തൊലി ചുളിയുന്നു, മുടി നരക്കുന്നു, നടി ഒടിയുന്നു, വടിയെടുക്കുന്നു, പല്ല് പോകുന്നു, കാതിന്റെ കേൾവി പോകുന്നു, അന്ധത ബാധിക്കുന്നു, മുട്ടുവേദന, തേയ്മാനം, ഊരവേദന, അവസാനം മയ്യിത്ത്. കൃത്യമായിട്ട് ജീവിക്കുകയാണെങ്കിൽ തന്നെ എങ്ങനെയാണ് പോവാ? ആ സമയത്ത് നാളേക്ക് വേണ്ടിയുള്ള വിഭവങ്ങൾ ശേഖരിക്കാൻ നീ ഒരിക്കലും മറക്കരുത് എന്ന് മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു തആല അൻഹു വളരെ ശ്രദ്ധേയവും പ്രൗഢവും ചിന്തോദീപവുമായി അവതരിപ്പിക്കുകയാണ്. ഹസൻ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഇതിലാണ് നമ്മൾ ഉൾപ്പെടേണ്ടത്. അവർ പറയുകയാണ്, ലാ റാഹത ലിൽ മുഅ്മിനി ഇല്ലാ ഫീ ലിഖാഇല്ലാഹി സുബ്ഹാനഹു വ തആല. ഒരു യഥാർത്ഥ മുഅ്മിനായ മനുഷ്യന്റെ റാഹത്ത്, അവന്റെ സുഖം, അവന്റെ ആശ്വാസം, ഇപ്പൊ തൃപ്തിയായി എന്ന് അവന് തോന്നുന്ന സമയം ഫീ ലിഖാഇല്ലാഹി സുബ്ഹാനഹു വ തആല, നാളെ പടച്ചവനെ കണ്ടുമുട്ടുന്ന രംഗത്താണ്. അതുവരെ അവന് വിശ്രമമില്ല, അതുവരെ അവന് സമാധാനമില്ല, അതുവരെ അവന് യഥാർത്ഥ സുഖമില്ല. അവനെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന, അവന് ഹിദായത്ത് കൊടുത്ത അവന്റെ റബ്ബായ, അവന്റെ റാസിക്കായ, അവന്റെ ഖാലിക്കായ റബ്ബിനെ നാളെ കണ്ടുമുട്ടുമ്പോൾ അവന് റാഹത്തായി. ഫമൻ കാന റാഹതുഹു, ഏതൊരുത്തന്റെ റാഹത്ത് ലിഖാ അല്ലാഹ്, അല്ലാഹുവിന്റെ ലിഖാ ആയാൽ, ഫയൗമു മൗതിഹി, അവന്റെ മരണത്തിന്റെ ദിവസം, യൗമുൽ ഫറഹി വസ്സുറൂർ, അവന്റെ സന്തോഷത്തിന്റെ, ആഘോഷത്തിന്റെ, ആഹ്ലാദത്തിന്റെ ദിവസമാണ് എന്ന് മഹാനായ ഇമാം ഹസൻ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്. നമ്മുടെ ഏറ്റവും വലിയ ആഹ്ലാദ, സന്തോഷ, ആഘോഷ ദിവസം മൗത്തിന്റെ ദിവസമാവണം. മറ്റുള്ളവർക്കൊക്കെ അറിയായിരിക്കും. അപ്പൊ നമുക്ക് ചിരിക്കാൻ കഴിയണം. മാന്റെ പള്ളയിൽ നിന്ന് പുറത്തു വരുമ്പോ എല്ലാരും ചിരിക്കായിരുന്നു, പുറത്തു വരുന്ന നമ്മൾ കരയായിരുന്നു. ഇനി മണ്ണിന്റെ പള്ള, രണ്ടും ഗർഭാശയാണ്. ഉമ്മാന്റെ ഗർഭാശയമാകുന്ന വയറ്റിൽ നിന്ന് പുറത്തു വന്നവൻ ഭൂമിയാകുന്ന ഉമ്മയുടെ ഗർഭാശയമാകുന്ന കബറിലേക്ക് പോകുന്ന ഇടത്താവള നടത്തത്തിന്റെ പേരാണ് ദുനിയാവ്. ഇടത്താവള ഒരു നടത്തം, അത്രേ ഉള്ളൂ. ബസ് കാത്തിക്കുന്ന ആള് സ്റ്റോപ്പിൽ നിൽക്കും പോലെ മയ്യത്ത് കിട്ടലാകുന്ന വാഹനം കാത്തിരിക്കുകയാണ് ഈ സ്റ്റോപ്പിൽ, അത്രേ ഉള്ളൂ. വാഹനം വന്നാ പോണം, വാഹനം വന്നാ കയറി പോണം. അതുകൊണ്ട് ഫലാ തഗ്ഫൽ അനിൽ ഇഹ്സാനി ഫീഹാ,
ഈ കുറഞ്ഞ കുമിളന ഇമിശികമായ ജീവിതത്തിൽ നാളേക്ക് വേണ്ടിയുള്ള ഒരുക്കത്തിന് നീ മറക്കണ്ട പൊന്നേ. എത്ര കാലമാണ് ചാട്ടം തുടരുക, എത്ര കാലമാണ് ഓട്ടം തുടരുക, എത്ര കാലമാണ് വെയിലി ചാടുക, എത്ര കാലമാണ് സുഖാസ്വാദനത്തിൽ ഭൂമിയിൽ ജീവിക്കുക, എത്ര കാലമാണ് പൈസ എണ്ണുക, എത്ര കാലമാണ് ജോലിയിൽ തുടരുക, എത്ര കാലമാണ് ചിരിക്കുക, എത്ര കാലമാണ് വൈരാഗ്യവുമായി നടക്കുക. എല്ലാ പിടക്കലിനും ഒരു ഒടുക്കമുണ്ട്, എല്ലാ പിടക്കലിനും ഒരു ഒടുക്കമുണ്ട്. അത് എപ്പോഴാണെന്നറിയില്ല. മുമ്പിലുള്ള വേജാറ് മരണം ഉറപ്പാണ്. ആണ് പെണ്ണ് കുട്ടി ചെറുപ്പക്കാരൻ പ്രായമുള്ള ആള് ആരോഗ്യമുള്ള ആള് രോഗമുള്ള ആള് മുതലാളി തൊഴിലാളി പണക്കാരൻ പണിക്കാരൻ ഒന്നുമില്ല. മരണം എല്ലാവർക്കും ഉറപ്പാണ്. പക്ഷെ എപ്പോഴാന്ന് ആർക്കും അറിയില്ല. പോയി കിടക്കുന്ന സ്ഥലത്തെ അവസ്ഥ എന്താണെന്നും അറിയില്ല. എന്നാലും ഹവയുടെ ഇച്ഛയിൽ, ഹവ എന്ന ഇച്ഛയുടെ പുഴയിൽ ഒഴുകുകയാണ് ചണ്ടികളെ പോലെ. അവിടെയാണ് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു അടയാളപ്പെടുത്തുന്നു, തൊട്ടുണർത്തുന്നു. കംലാഹികിൻ മൽമന യഫൗക അമതിഹി فقبا كل كم لاحق والمنايا فوق هامته لو كان يعلم غيبا مات من كمدي من كان لم يطع علما في بقاء غدي ماذا تفكره في رزق بعد غدي. നാളെ എന്താണ് നടക്കുക എന്നറിയില്ല. ചമയുകയാണ്, ചമയ്ക്കുകയാണ്, തിന്നുകയാണ്, ചവക്കുകയാണ്, കുടിക്കുകയാണ്, രമിക്കുകയാണ്, കളിക്കുകയാണ്, ഓട്ടപ്പാച്ചിലാണ്, അട്ടഹാസത്തിലാണ്, ചോദ്യം മറുപടിയിലാണ്, ഖണ്ഡന മണ്ഡനത്തിലാണ്, അക്രമത്തിലാണ്, പരിഹാസത്തിലാണ്, നീണ്ടു നിൽക്കുന്ന അലച്ചകളിലാ. എപ്പോഴാണ് മരണപ്രഹരം അലച്ചയുടെ മൂർധാവിൽ വന്ന് ഏറ്റെടുക്കുക, മരണപ്രഹരം ആർത്തിയുടെ മൂർധാവിൽ തട്ടുക എന്നറിയില്ല. മരണത്തിന്റെ കോടാലി എങ്ങാനും ആഗ്രഹത്തിന്റെ ശിരസിൽ കൊണ്ടുപോയാൽ നടുവൊടിഞ്ഞ് വീഴുമേ. കിടക്കേണ്ടത് ഖബറിലാണ്. എന്നിട്ടും പൊട്ടിയാട്ടഹസിച്ച് അണ്ണാക്ക് കാണിച്ച് തമാശയും പറഞ്ഞ് ചിരിച്ച് സമയം കളയുന്ന എത്ര പേരാ. അതുകൊണ്ട് യാത്രയിലെ മിത്രം തസവ്വദ് ഖരീനൻ മിൻ ഫിആലിക ഇന്നമാ ഖരീനുൽ ഫതാ ഫിൽ ഖബ്രി മാ കാന യഅമലു അലാ ഇന്നമൽ ഇൻസാനു ളൈഫുൻ ലി അഹ്ലിഹി യുഖീമു ഖലീലൻ സുമ്മ യർഹലു. ഏതൊരു മനുഷ്യനും അവന്റെ യാത്ര മറക്കരുത്. വീട്ടിൽ അവൻ അതിഥിയാണ്, ഭാര്യന്റെ മുമ്പിൽ ഗസ്റ്റാണ്, ഉമ്മാന്റെ മുമ്പിൽ അതിഥിയാണ്, ഉപ്പാന്റെ മുമ്പിൽ അതിഥിയാണ്, ജ്യേഷ്ഠാനുജന്മാരുടെ മുമ്പിൽ വിരുന്നുകാരനാണ്. യുഖീമു ഖലീല, കുറച്ചേ കഴിയുള്ളൂ. സുമ്മ യർഹലു, പിന്നെ കെട്ടും കെട്ടിപ്പോവും. പിന്നെ തുടങ്ങുന്നൊരു ജീവിതമുണ്ട്. അവിടെയാണ് അതിഥികൾ വേണ്ടത്, അവിടെയാണ് കൂട്ടാളികൾ വേണ്ടത്, അവിടെയാണ് ചിരിക്കേണ്ടത്, അവിടെയാണ് സുഖിക്കേണ്ടത്. അതിന് വേണ്ടത് ആഖിറം ഓർത്തുകൊണ്ടുള്ള അള്ളാഹനെ അറിഞ്ഞുകൊണ്ടുള്ള ആരാധനയാണ്. അള്ളാഹു നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. أرحم الراحمين. الله പറഞ്ഞും കേട്ടും കബൂലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഹവൻ നഫ്സിൽ മഹ്ബൂസാകുന്നതിനെ തൊട്ട് കാത്തുരക്ഷിക്കണേ അല്ലാഹ്. ഇബാദത്തിലും ഇൽമിലും ഉറങ്ങുന്നതിനെ തൊട്ട് കാത്തുരക്ഷിക്കണേ അല്ലാഹ്. വെറും തീറ്റാക്കൊടി എന്ന അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊണ്ട് അനുഗ്രഹിക്കണേ അല്ലാഹ്. കൽബിലുള്ള മാലിന്യങ്ങൾ ഒഴിവാക്കി തരണേ അല്ലാഹ്. സ്വർഗത്തിന് തടസ്സമാകുന്ന അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹ്. സ്വർഗത്തിലേക്കുള്ള പാലം കടക്കാൻ തൗഫീഖ് താ അല്ലാഹ്. ആഫത്ത് മുസീബത്തുകളിൽ നിന്ന് കാക്കണേ അല്ലാഹ്. അപമാനിതരാക്കല്ല അല്ലാഹ്. നാണം കെടുത്തല്ല അല്ലാഹ്. രോഗത്തിൽപ്പെടുത്തല്ല അല്ലാഹ്. തളർത്തല്ല അല്ലാഹ്. അല്ലാഹു ഹലാലായ പദ്ധതികൾ മുറാദുകൾ ഹാസലാക്കി തരണേ അല്ലാഹ്. ഇസ്സത്ത് നൽകണേ അല്ലാഹ്.
അല്ലാഹുവേ നീ തന്നത് തടുക്കുന്നവനോ തടുത്തത് തരുന്നവനയില്ല. നിന്റെ നിഅമത്തും നിന്റെ ഔദാര്യവും ഞങ്ങൾക്ക് ചൊരിഞ്ഞു തരണേ അല്ലാ. അത് തടുക്കാൻ ആരെയും സമ്മതിക്കില്ല അല്ലാ. ശത്രുക്കളിൽ നിന്ന് രക്ഷ നൽകണേ അല്ലാ. പിശാചിന്റെ കരാൾ ഹസ്തങ്ങളിൽ നിന്ന് രക്ഷ നൽകണേ അല്ലാ. വൈറസുകളിൽ നിന്ന് രോഗാണുക്കളിൽ നിന്ന് രക്ഷ നൽകണേ അല്ലാ. കടങ്ങളിൽ നിന്ന് മോചനം നൽകണേ അല്ലാ. മക്ക മദീനകൾ എത്തിക്കണേ അല്ലാ. അല്ലാഹുവേ ആഫിയത്തുള്ള ഉന്മേഷമുള്ള സമാധാനമുള്ള രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട ആയുസ്സ് നൽകണേ അല്ലാ. പെടുന്നനെ മരിപ്പിക്കല്ല അല്ലാ. അപകടത്തിൽ പെടുത്തല്ല അല്ലാ. അപകട മരണം വരുത്തല്ല അല്ലാ. അല്ലാഹുവേ ഖൈറും ബർക്കത്തും ഏറ്റിത്തരണേ അല്ലാ. സദസ്സിൽ കച്ചവടക്കാരുണ്ട്, യാത്രക്കാരുണ്ട്, പ്രവാസികളുണ്ട്. ഖൈറും ബർക്കത്തും നൽകണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾക്കൊക്കെ സന്തോഷത്തോടെ സവലോക സ്വർഗത്തിൽ കൊട്ടാരവും ഇരിപ്പിടവും നൽകണേ അല്ലാ. അത് മുത്തുനബിയുടെ ജിവാറിലാക്കി തരണേ അല്ലാ. ഞങ്ങളിൽ നിന്നിടക്കാലത്ത് മരിച്ച് കബറിൽ കഴിയുന്ന മാതാപിതാക്കളടങ്ങിയ എല്ലാ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തിനും വിശിഷ്യ പള്ളിയുടെ ചുറ്റുഭാഗത്ത് കിടക്കുന്ന മുഅ്മിനീങ്ങൾ പുറത്തു കൊടുക്കണേ അല്ലാ. മഹാനായ ഇമാമുന ഷാഫി, ഇമാം അബൂ ഹനീഫ, ഇമാം ഇബ്നു ഹജർ ഹൈതമി, മഹാനായ ഇമാം നവവി, അല്ലാഹുവേ 40 ലക്ഷത്തിലേറെ ആളുകളുടെ ഇസ്ലാമിക സ്വീകരണത്തിന് കാരണക്കാരനായി ഇന്ത്യയിൽ വർത്തിച്ച മഹാനായ ഖാജ മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി എല്ലാവരും വിടവാങ്ങിയ ഈ റജബിൽ അവർക്കൊക്കെ നീ ദറജ ഉയർത്തി കൊടുക്കണേ അല്ലാ. അവരുടെ ബർക്കത്ത് കൊണ്ട് നന്നാക്കണേ അല്ലാ. അല്ലാഹുമ്മ അൻസുർ ഉമ്മത സയ്യിദിനാ മുഹമ്മദ് വറഹം ഉമ്മത സയ്യിദിനാ മുഹമ്മദ് تجاوز عن أمة سيدنا محمد اجعلنا من خيار أمته ومن محبيه يا رب العالمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون. سلام على المرسلين.